അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് നുസൈബ വെറുതെ മുറ്റത്തേക്ക് നോക്കി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബേ, എൻ്റെ ജീവിതം, അതെ, ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് ലഭിക്കുന്നില്ല. എല്ലാം മാറി മറിഞ്ഞ് പോവുകയാണ്. എന്തൊക്കെ തന്നെയായാലും ജീവിക്കണമല്ലോ. അതെ, പിടിച്ചു നിൽക്കണം. എത്രമാത്രം പ്രതിസന്ധി ആണെങ്കിലും പിടിച്ചു നിൽക്കുക തന്നെ വേണം. എനിക്ക് ജീവിക്കണം, എൻ്റെ കുടുംബത്തെ നോക്കണം. ആരൊക്കെ എന്നെ ചതിച്ചാലും ആരൊക്കെ എന്നെ വേർപിരിഞ്ഞാലും എനിക്ക് അതെല്ലാം ക്ഷമിക്കുവാനുള്ള കരുത്ത് നീ തരണേ അല്ലാ. വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന അവളെ നോക്കി ഉമ്മ പറഞ്ഞു, നുസേ, മോളെ നുസൈബ. എന്താ കുട്ടിയെ, എനിക്കൊരാലോചന. ഉമ്മ, ഒന്നുമില്ല. എന്നാലും എന്താ എൻ്റെ കുട്ടിക്ക്? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. എന്തപ്പോൾ ഇങ്ങനെയൊക്കെ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്തൊരു ആക്റ്റീവായിരുന്നു ഈ. ഇപ്പോൾ പിന്നെയും വല്ലാതെ അങ്ങോട്ട്. ഉമ്മ, ഒന്നുമില്ലമ്മ. മോളെ, പിന്നെ അവിടുന്ന് ഒരു വിളിച്ചിരുന്നു. ആര്? അതെ, അസ്കറിൻ്റെ ഉമ്മ വിളിച്ചിരുന്നു. എന്തിന്? അത് അസ്കർ ഗൾഫിലേക്ക് പോവുകയാണത്രേ. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടും പിന്നെ ഓൻ്റെ ഉമ്മാനോട് ഓന് പറഞ്ഞത്രേ എന്തൊക്കെയോ കാര്യങ്ങൾ. എന്തുമ്മ, എന്താണ് പറഞ്ഞത്? അല്ലേ, അത് അവൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട്, ഞാൻ ഒരു പെണ്ണിനെ കാണാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ, എടാ, പെൺകുട്ടികളെ കിട്ടാൻ ഇപ്പം നല്ല പ്രയാസമാണ്. അപ്പോൾ ഏതല്ല ഈ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഉമ്മ കണ്ട പെണ്ണ് നല്ല പത്തരമാറ്റുള്ള പെണ്ണാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവളെ ശരിക്കും കണ്ട് വിവാഹം ഉറപ്പിച്ചോ? അല്ലാതെ ഇനി ഗൾഫിൽ നിന്നൊക്കെ പോയി വന്നിട്ടൊക്കെ ആകുമ്പോഴേ അവരൊക്കെ ആരെങ്കിലുമൊക്കെ കൊത്തിക്കൊണ്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ പെണ്ണ് കിട്ടാതാകെ ഇടങ്ങാറായി നിൽക്കുകയാണ്. എല്ലാ പെൺകുട്ടികളും പഠിക്കണേ. അത് മാത്രമല്ല, വിദ്യാഭ്യാസമുള്ള ചെക്കന്മാരെ തന്നെ എല്ലാവരും തിരഞ്ഞെടുക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അത് പെട്ടെന്ന് തന്നെ സെറ്റാക്കിക്കോ, പറ്റുകയാണെങ്കിൽ നിക്കാഹ് കഴിച്ചിട്ട് പോയിക്കോ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അത് കേട്ടപ്പോൾ നുസൈബ ഒന്നും മിണ്ടിയില്ല. അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലും അവൾ എന്ത് പറയാനാണ്? എല്ലാം എല്ലാവരുടെയും ഇഷ്ടം പോലെയല്ലേ നടക്കുന്നത്. താനൊരു പക്ഷേ പ്രതികരിച്ചാൽ പോലും അതിന് ഒരു ഗുണവും ഉണ്ടാവില്ല. അതുകൊണ്ട് നുസൈബ ഒന്നും മിണ്ടിയില്ല. അതെ, എല്ലാം തൻ്റെ വിധിയായിരിക്കും. അല്ലാതെ എന്ത് പറയാനാ ഞാൻ? മോളെ, നീ എന്താ ഒന്നും പറയാത്തത്? ഉമ്മ, ഞാൻ എന്ത് പറയാനാണ്? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കോ? ഇല്ലല്ലോ. മോൾ സങ്കടപ്പെടേണ്ട. മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ നിർബന്ധിച്ചുകൊണ്ട് എൻ്റെ കുട്ടിയെ അങ്ങനെ കെട്ടിക്കാൻ ഞാൻ തീരുമാനിക്കണില്ല. അങ്ങകലെ ഹുസൈനാജിയുടെ വീട്ടിൽ ഹുസൈനാജി ഭാര്യയെ വിളിക്കുന്നു. നമ്മളെ ചെറുക്കൻ ഏതായാലും അങ്ങോട്ട് പോയിക്കണ്. ഇനിയിപ്പോൾ നമ്മൾ പുതിയണ്ണിൻ്റെ കൂട്ടുകാരായിട്ട് യാതൊരു ബന്ധവും ഇനി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്നത് പുതുക്കാൻ പോകണം, അല്ലെങ്കിൽ പറ്റങ്ങനെ മറന്നു പോവും. പിന്നെ ചെറുക്കനോടൊന്ന് പറഞ്ഞാണ്ടേ, പറ്റുകയാണെങ്കിൽ ഓൾക്കൊന്ന് വിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു ഇടപാട് ഒന്ന് മറക്കാതിരിക്കാൻ മാത്രം. നിങ്ങളെന്തേ പറയണത്? നിൽക്കാൻ കഴിയാതെപ്പോൾ ഓൻ എനിക്ക് നിൽക്കുമോ? അല്ലേ, അത് നമുക്കൊരു പിടുത്തം വേണം. അതിനു വേണ്ടി മാത്രം. ഓനഞ്ഞ് വരുമ്പോഴല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ വല്ല കല്യാണം വന്നു പോയിക്കുകയാണെങ്കിലേ പെണ്ണിനാണ് കൊണ്ടുപോകും. പിന്നെ നമുക്ക് നഷ്ടപ്പെടും. ഇജ്ജ് കണ്ടില്ലേ പെണ്ണിനെ? ഞാൻ കണ്ടു. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടോ? കുട്ടിയൊക്കെ നല്ല കുട്ടിയാണ്. എല്ലാം കൊണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യമായിരിക്കും. നല്ല അച്ചടക്കും നല്ല നാണവും എല്ലാം ഉള്ള ഒരു പെൺകുട്ടി. ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ എന്നോടും കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. നല്ല പെൺകുട്ടി. എന്താ അറിയില്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ മനമില്ല മനസ്സോടു കൂടിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ അത് പോകണമില്ല. അല്ലടി, നമ്മൾ അസ്കർ മോൻക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതിന് അസ്കർ വന്നില്ലല്ലോ. അതെന്തേ ഓനെ കൊണ്ടുപോകാഞ്ഞത്? എന്നിട്ട് മജീദ് എന്നോട് വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഓൻ പറഞ്ഞു, നമ്മൾ ഒന്ന് കാണാൻ വരില്ലേ. ഫസ്റ്റ് ഉമ്മ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പോകണുള്ളൂ. അതും കല്യാണത്തിനോടനുബന്ധിച്ച് ഞാൻ പോകണുള്ളൂ. അല്ലാതെ ഇപ്പം തന്നെ പോയിട്ടിപ്പോൾ എന്താ? അതാണ് മോൻ പറഞ്ഞത്. ഹേയ്, അതിനെ അപ്പോൾ ഇവിടുന്ന് മാറ്റി ഒരുങ്ങി ഇറങ്ങിയിട്ടില്ല എല്ലാവരും.
അവിടെ വഴിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്? ഓനെന്താ ഒരു പെണ്ണ് കാണാൻ പോകുന്ന ഇത്ര മടിയാണോ? ഓനെന്തൊരു ആണെന്നല്ലേ? അതേ, ചില ആണുങ്ങൾക്കായാലും കുറച്ച് നാണൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങളെ സ്വഭാവം ഇപ്പോൾ ആർക്കും ഇവിടെ ഉണ്ടാകുക? എല്ലാ പെണ്ണുങ്ങളെയും കാണണം, എല്ലാ പെണ്ണുങ്ങളെയും നോക്കണം എന്നുള്ള സ്വഭാവമൊന്നും. മിണ്ടാതിരുന്നട്ടോ, ഈ എന്നെക്കൊണ്ട് ഓരോന്നും പറയിപ്പിക്കണ്ട ആവശ്യമില്ലാതെ. അല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളെ മോൻ അത്തരക്കാരനല്ലാന്ന്. മോന് കുറച്ച് നാണുള്ള കൂട്ടത്തിലാണ്. കുറച്ചൊക്കെ ആണുങ്ങളായാലും വേണമല്ലോ ലജ്ജ. അല്ലാതെ നിങ്ങളെ പോലെ എല്ലാ പെണ്ണുങ്ങളോടും വർത്തമാനം പറയുക, എല്ലാ പെണ്ണുങ്ങളോടും കൂട്ടുകൂടുക, ആ സ്വഭാവമൊന്നും മോൻക്കില്ല. ഞാൻ എന്തേ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ നേർക്കാളെ എപ്പോഴും എടുക്കണത് എന്ത് കാര്യത്തിനാണ് അത്? അതെ, നിങ്ങളെ സ്വഭാവം കുറേ ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ്, മറ്റൊന്നും കൊണ്ടല്ല. തുടങ്ങിയോള്. എന്നൊക്കെ വെച്ചുകൊണ്ട് നിൽക്കണം. എന്നെ പറഞ്ഞാൽ മതി. എന്നോ പറഞ്ഞേക്കേണ്ട കേസായിരുന്നു നിന്നെയൊക്കെ. പറഞ്ഞയച്ചോളി, കുഴപ്പമില്ല. ഇങ്ങക്ക് എന്തായാലും ഇവിടെ സുഖിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പോയിക്കോളാം. അല്ലാതെ എത്രയെന്ന് വിചാരിച്ചാൽ പേടിച്ച് ഇവിടെ നിൽക്കുക. കുറേ ആയി ഇത് കാണലും കേൾക്കലൊക്കെ തുടങ്ങിയിട്ട്. ഈ മിണ്ടാതെ നിന്നവിടെ അടങ്ങിയൊരു ഭാഗത്ത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ എനിക്ക് എടുക്കാളെടുത്ത് പോകാം. ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി പോയിക്കോളാം. മക്കളെയും കൂട്ടില്ലേ? മക്കളെ ഒരെണ്ണത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല. ആക്ക് എൻ്റെ മക്കളാണ്, ഇവിടുത്തെ മക്കളാണ്, അല്ലാതെ ഈ വന്നപ്പോൾ കൊണ്ടുവന്നതല്ല. മക്കളില്ലാതെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ, കുഴപ്പമില്ല എനിക്ക്. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ അസ്കർ മോനുണ്ടായിരുന്നെങ്കിൽ അവനൊരിക്കലും എൻ്റെ കണ്ണുകൾ നിറയാൻ അനുവദിച്ചിരുന്നില്ല. പാവം, എൻ്റെ കുട്ടി പോയി. എന്താടി കിടന്ന് മൂങ്ങണത്? മാറ്റിക്കൂട്, നമുക്ക് അസ്കറിൻ്റെ പെണ്ണിനെ ഒന്ന് കാണാൻ പോവാം. ഇടയ്ക്കൊരു ബന്ധമില്ലാഞ്ഞാലേ അതങ്ങ് പറ്റങ്ങട് ഇല്ലാതാവും. പിന്നെ കാക്ക കൊത്തിപ്പോയി എന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അതിനിപ്പോൾ എന്തിനാ ഇപ്പോൾ ഒരു പോക്ക്? ഇനിയിപ്പോൾ ഓൻ വന്നിട്ട് കണ്ടാൽ പോരെ? ഞാൻ കണ്ടു വന്നതുമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുട്ടിയെ. പിന്നെ ഓല് നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ കുട്ടീനെ തരുള്ളൂ. നമ്മൾ കണ്ട് ഉറപ്പിച്ച് പോകുന്നതല്ലേ, അതുകൊണ്ട്. പാവം എൻ്റെ അസ്കർ മോനെ, ഓൻ പോവുകയും ചെയ്തു. പാവം എൻ്റെ കുട്ടി. ഉമ്മ അതാ ഫോണെടുത്ത് വെറുതെ അവൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നു. മോനെ, എൻ്റെ മോനെ പോയിട്ട് എനിക്ക് ആകെ സങ്കടമാണെടാ, സത്യമായിട്ടും. എൻ്റെ കുട്ടി ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു സുഖമായിരുന്നു എനിക്ക്. അപ്പോഴതാ അസ്കർ വിളിക്കുന്നു. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. എന്തു പറ്റി ഉമ്മ? എന്തെങ്ങനെ സങ്കടപ്പെടുന്നത്? മോനെ, അത് ഓരോന്ന് ആലോചിച്ചിട്ടാടാ. എൻ്റെ ഉമ്മ എന്തിനെങ്ങനെ ആലോചിക്കുന്നത്? എന്ത് കാര്യത്തിനാണ് എൻ്റെ ഉമ്മ ആലോചിക്കുന്നത്? മോനെ, എന്താ അറിയില്ലടാ, എൻ്റെ കുട്ടി പോയതിൽ പിന്നെ ഭയങ്കര സങ്കടം. ഉപ്പ പറഞ്ഞിരുന്നു ഒന്നാ പെണ്ണിനൊന്ന് കാണാൻ പോവാന്നുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ട് പോവും. ഇനി അങ്ങനത്തിനൊന്നും കിട്ടൂല ഉമ്മ. എൻ്റെ ഫ്രണ്ട്സും എന്നോട് പറഞ്ഞിരുന്നുമ്മ ഒരുപാട്. ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടില്ല, എൻ്റെ ഉമ്മ കാണാൻ പോയിട്ടുള്ളൂ. ഉമ്മക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറയണത്, എടാ നീ എന്തിനാ അത് കാണാൻ പോകാതിരുന്നത്? നീ അവളെ കാണാൻ പോകേണ്ടതായിരുന്നു. എന്നിട്ട് ഒരു മോതിരെങ്കിലും ഇട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അതൊരു വിവാഹം ഉറച്ച മട്ടാണ്. എന്നിട്ട് പിന്നെ വന്നിട്ട് നിക്കാഹും കാര്യങ്ങളൊക്കെ ആക്കിയാലും അത് ഇഷ്ടപ്പെട്ടാലൊരു മോതിരം കൊടുക്കുക, അത് പഴയ കാലത്തെ ഉള്ളതാണ്. അങ്ങനെ ഒന്ന് കൊടുത്തു പോന്നിരുന്നെങ്കിൽ എനിക്കൊരു ഉറപ്പായിരുന്നു. അതും എൻ്റെ ഉമ്മാക്കൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല കുട്ടിയാന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കിട്ടാൻ പ്രയാസമാണ്. ഞങ്ങൾക്കൊന്നും കിട്ടായിട്ടല്ല ഇരുത്തിയിരിക്കണത്. അവർക്ക് ഒന്നെങ്കിലും ഒരു നോക്കും നല്ല ജോലിക്കാരെ, അല്ലെങ്കിൽ നിൻ്റെ പോലെ ഇഷ്ടം പോലെ സ്വത്തും മുതലും ജീവിക്കാനുള്ള വക വേണം, നല്ല ജോബൊക്കെ. ഞങ്ങളെപ്പോലുള്ള കൂലിപ്പണിക്കാർക്കും ഒന്നും ഇപ്പോൾ ആർക്കും പെണ്ണ് വേണ്ട. പെണ്ണ് കിട്ടണില്ല, പിന്നെന്ത് ചെയ്യുക? എല്ലാ പെൺകുട്ടികളും ഇങ്ങോട്ട് ചോദിക്കണം എന്താ ജോലി. പിന്നെ ഇപ്പം എന്തിനാടാ, അതിന് പൂതി ഉണ്ടാവുമോ? എടാ കിട്ടിയത് കളയണ്ട, നല്ലതാണെങ്കിൽ എടുത്തോ. എന്നോട് പറഞ്ഞിരുന്നോ ഒന്ന് നിക്കാഹ് കഴിച്ചിട്ട് ഈ പോണേ പോയിക്കോ എന്നുള്ളത്. പക്ഷേ ഉമ്മ, എനിക്ക് എന്തെന്നറിയില്ല, അതൊക്കെ ഇനി വന്നിട്ട് സെറ്റിൽഡൊക്കെ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് ശരിയാകാണ്ട് കാര്യങ്ങളൊക്കെ എന്നിട്ട് നടക്കുള്ളൂ എന്ന് ഞാനും വിചാരിച്ചു. ഇപ്പം എനിക്ക് വല്ലാത്ത ഖേദം തോന്നുകയാണ് അതിൽ. മോനെ, ഖേദിക്കൊന്നും വേണ്ട. ഞാൻ അവരമ്മക്ക് ഒന്ന് വിളിച്ച് വർത്താനൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. എന്നാൽ ആ ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ.
ഉമ്മ, സത്യം പറഞ്ഞാൽ എനിക്കന്ന് കാണാൻ പോരാത്ത വല്ലാത്ത നഷ്ടമായിട്ടോ. അന്ന് മജീദാക്കും പറഞ്ഞു നല്ല പെൺകുട്ടിയാണ്, പത്തര മാറ്റ് പെണ്ണാണ് എന്ന്. അന്ന് എനിക്ക് പോകാൻ കൂട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗൾഫിലെത്തി ഒറ്റപ്പെട്ടപ്പോഴാണ് അതിനൊക്കെ തോന്നുന്നത്. അതെ, അല്ലെങ്കിലും സംസാരിക്കാനും ഒക്കെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നിക്കാഹ് കഴിച്ചിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോവാണ്. മോനെ, അത് സാരല്ല, എൻ്റെ മോൻ പറ്റുന്നുണ്ടെങ്കിൽ 2 മാസത്തിന് ലീവ് എടുത്തിങ്ങോട്ട് പോര്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് നിക്കാഹൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ എൻ്റെ മോന് പോയിക്കോ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. ഉമ്മ പറഞ്ഞതുകൊണ്ടാണ്, ഉമ്മ പറഞ്ഞല്ലോ ആ കുട്ടി നല്ലൊരു കുട്ടിയാണെന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നെ എനിക്കൊരു ഇഷ്ടം തോന്നിയത്. അതുവരെ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. എന്താ അറിയില്ല, ഇപ്പം അങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുകയാണ്. ഉമ്മ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് അവിടുത്തെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. അതല്ല നല്ലത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ബന്ധം അവർക്ക് ഓർമ്മയുണ്ടായിരിക്കോട്ടെ. അങ്ങനെയാണ് അതാ അസ്കറിൻ്റെ ഉമ്മ നുസൈബയുടെ ഉമ്മാക്ക് വിളിക്കുന്നത്. അവർ വിളിച്ച് സംസാരിച്ച് വിശേഷങ്ങൾ പങ്കുവച്ചു. അതിനിടയിലാണ് പറഞ്ഞത് നിക്കാഹിൻ്റെ കാര്യം. നുസൈബയുടെ ഉമ്മ അത് പറഞ്ഞപ്പോൾ നുസൈബ ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിലും അവൾ എന്ത് മിണ്ടാനാണ്? ജീവിതമെന്നത് വളരെയധികം നീണ്ടതാണ്. പക്ഷേ അതിലുള്ള വിഷമങ്ങൾ അതിലേറെയാണ്. ആ വിഷമങ്ങൾ മുഴുവൻ താനാണ് അനുഭവിക്കുന്നത് എന്നൊരു ചിന്തയാണ് ഇപ്പോൾ നുസൈബാക്ക്. കാരണം എത്രയോ ആളുകളുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നു, എല്ലാവരും സന്തോഷത്തോടു കൂടെ ഭർത്താവിനോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം നല്ല സുഖസന്തോഷമായ സുന്ദരമായ ജീവിതം നയിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ, എത്രയോ പെൺകുട്ടികൾ. പക്ഷേ എനിക്കെൻ്റെ ജീവിതം അത് മുഴുവൻ കയ്പുനീരാണ്. എനിക്ക് സന്തോഷമുള്ള ജീവിതം അതെനിക്കില്ലെന്ന് തോന്നുന്നു. ഒരുപാട് ആഗ്രഹിച്ച, ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഷമ്മാസ് എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ട് നടന്നത്. അവനും ഒഴിഞ്ഞു പോവണം, ശല്യമാകരുത് എന്ന് പറഞ്ഞപ്പോൾ ജീവിതം തന്നെ മടുത്തു. പക്ഷേ അള്ളാഹു തന്ന ജീവിതം ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ലല്ലോ. അതെ, എങ്ങനെയെങ്കിലും തരണം ചെയ്ത് ജീവിക്കണം, ക്ഷമിച്ച് ജീവിക്കണം. അതെ, ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്നാണല്ലോ. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്താലോ എന്ന് പലവട്ടം ആഗ്രഹിക്കും. പക്ഷെ വേണ്ട, അതൊന്നും പാടില്ല. ഒരിക്കലും അള്ളാഹു അതിഷ്ടപ്പെടുന്നില്ല. ക്ഷമ ഈമാൻ്റെ ഭാഗമാണ്. ഇബ്ലീസിൻ്റെ പണിയായിരിക്കും ഓരോന്നിനെ തോന്നിപ്പിക്കുന്നത്. വേണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ജീവനാണ്, അതെടുക്കാൻ അവന് മാത്രമേ അവകാശമുള്ളൂ. ഒരിക്കലും അള്ളാഹ് അതുപോലുള്ള ദുർചിന്തകളിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ. അതെ, ടെൻഷൻ കൂടുമ്പോൾ ഓരോന്ന് തലയിലേക്ക് വരും. എല്ലാം ഇബ്ലീസിൻ്റെ പണികളാണ്. ഒരിക്കലും ഇബ്ലീസിൻ്റെ ചിന്തയിലേക്ക് ഞാൻ വീഴുകയില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവെ ഞാൻ കാവലിനെ തേടുന്നു. നുസൈബ അല്പം ഈമാനുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളിൽ മാറ്റം വന്നില്ല. ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവൾ സഹിക്കുന്നുണ്ട്. എങ്കിലും അവൾ നല്ല ക്ഷമയുള്ള കുട്ടിയാണ്. അതെ, അവൾ എന്ത് വിഷമമുണ്ടെങ്കിലും അള്ളാഹുവിനോടാണ് തേടുന്നത്. ഏറെ പരീക്ഷകളും പരീക്ഷണങ്ങളും നിറഞ്ഞ ജീവിതം നുസൈബയുടേത്. അതിനിടയിൽ അവൾക്ക് ഇങ്ങനെ ഓരോ വിഷമങ്ങളും ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിലെല്ലാം തളർന്നു പോയാൽ അത് വലിയൊരു തളർച്ചയായിരിക്കും. തളരാൻ പാടില്ല, ഉയർത്തെഴുന്നേൽക്കണം. എല്ലാ വിഷമങ്ങളും അത് കടിച്ചമർത്തി ജീവിക്കണം നല്ല രീതിയിൽ. അതാണ് നുസൈബ ആഗ്രഹിക്കുന്നത്. അന്ന് ഷമ്മാസിൻ്റെ വീട്ടിൽ ഉമ്മ തൻ്റെ സാജിമോളോട് പറഞ്ഞ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചു. ഇല്ല, ഓൾക്കൊന്നും അത് ഇഷ്ടമില്ല, ഓൾക്കൊക്കെ ഒരു താല്പര്യക്കുറവ്, കല്യാണത്തിന് കൂടൂല എന്ന് വരെ പറയാണ്. എന്തപ്പം ഞാൻ ചെയ്യാം? എനിക്കറിയില്ല. എൻ്റെ മോൻ്റെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ഓൻക്ക് എപ്പോഴും ഏറ്റവും അനുയോജ്യമായ പെണ്ണ് അത് നുസൈബ മാത്രമാണ്. ഓനോട് അത് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാനും ഓനും തമ്മിൽ തെറ്റേണ്ടി വരും. ഇപ്പോൾ സാജിനോട് പറഞ്ഞ തന്നെ എന്തെങ്കിലും ഒരു നല്ല മറുപടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഓളെന്നെ പറഞ്ഞത് അങ്ങനെ. ഇനിയിപ്പോൾ ഓനോട് പറഞ്ഞാൽ ഈ വീട്ടുകാർ അറിയുമ്പോൾ അതൊക്കെ വലിയൊരു പ്രശ്നമായി തീരാനും ചാൻസ് ഉണ്ട്.
ഫൈസൽ ഇല്ല, ഓൻ അറിഞ്ഞാൽ പിന്നെ എൻ്റെ നേർക്കായിരിക്കും. ഷമ്മാസിനെ ശരിക്ക് ജീവിക്കാൻ ഫൈസൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ മുമ്പേ ഓലൊന്ന് വേറെ വീടെടുത്ത് ഒന്ന് പൊയ്ക്കുകയാണെങ്കിലും വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇവിടെ നിൽക്കുന്ന സുഖം ഓൽക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഓരോ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനുള്ള ഫുഡും കാര്യങ്ങളും അതൊക്കെ സെറ്റാക്കൽ ഞാൻ തന്നെ. അതിപ്പോൾ വേറെ വീടെടുത്ത് പോവുകയാണെങ്കിൽ ഓൽക്കൊരു വേലക്കാരനെ വെക്കൽ നിർബന്ധമായിരിക്കും. എന്നാലും ഇപ്പോൾ ഉമ്മമാരുണ്ടാക്കുന്ന ഫുഡിൻ്റെ അതൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ഈ വീടെന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ളതാണല്ലോ, എല്ലാവർക്കും റൂമുണ്ട് കിടക്കാൻ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ നുസീബാനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവരിവിടുന്ന് പോകണം. രണ്ടു കൂട്ടരും പോകണതാണ് നല്ലത്. അല്ലെങ്കിൽ എൻ്റെ കുട്ടീനെ കൊണ്ട് നല്ലോണം പണിയെടുപ്പിക്കും. അതെനിക്കറിയാം. അവർ രണ്ടാളും അടുക്കളയിലേക്ക് ഇറങ്ങൂല. അത് മുഴുവനും ഓളെടുക്കേണ്ടി വരും. അതിനു മുമ്പ് ഓലൊക്കെ പോയി കിട്ടിയെങ്കിൽ എന്ന് തോന്നുകയാണ്. വേറെ വീടെടുത്ത് പോവാലോ, പൈസ ഇല്ലാത്ത കേടൊന്നുമില്ലല്ലോ. പഠിച്ചവനെ, വീടെടുക്കുകയാണെങ്കിലും ഈ സ്ഥലത്തല്ലാതെ കുറച്ച് വിട്ടുപോയെടുത്താൽ മതിയായിരുന്നു. എന്നാലും വലിയ ആശ്വാസമാണ്. അല്ലെങ്കിൽ ഉമ്മ ഓരോ സ്വപ്നങ്ങളതാ നെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തൻ്റെ നുസൈബ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം അത് ഉമ്മാക്ക് കൂടുതലായിക്കൊണ്ടിരുന്നു. പടച്ചവനോട് ഏത് സമയവും അത് തേടിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, എൻ്റെ നുസൈബ മോളെ ഇങ്ങോട്ട് തന്നെ നീ തരണേ. പക്ഷേ ഷമ്മാസ് അത് ഓനോട് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം എന്ന് ഒരിക്കലും നിരീക്ഷിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ഓനെ പഠിച്ചോനെ എന്തായിരിക്കും അവൻ്റെ പ്രതികരണം എനിക്കറിയില്ല. കാരണം ഒരു പെണ്ണിൻ്റെ കാര്യം അവൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അതങ്ങോട്ട് സമ്മതിച്ച് കൊടുക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ മറ്റോള് ഫസീല, ഓളൊക്കെ ഭയങ്കര ഇളക്കായിരുന്നു. ഓൾക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ കൂടൂല ഒരു കല്യാണത്തിനും അങ്ങനെ പറഞ്ഞ് പാവം എൻ്റെ ആ കുട്ടീനെ എല്ലാവരും കൂടെ തളർത്തി. അതെ, ഞാനും എനിക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സമ്മതം പ്രകടിപ്പിച്ചില്ല. അന്നോ ആകെ തളർന്നു പോയതാണ്. വീട്ടുകാരുടെ സമ്മതമില്ലല്ലോ. അല്ലെങ്കിലും ഓനെ ഉമ്മാൻ്റെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യൂല, അതെനിക്കറിയാം. അന്ന് അങ്ങനെ ഇല്ലാതായത്. പിന്നെ ഫസീല ഓളെ വീട്ടിലത്തെ ആലോചനയായിട്ട് വന്നു. അതാണെങ്കിൽ ഓനക്ക് പറ്റിയതുമില്ല. ആ ദേഷ്യം എല്ലാം കൂടി ഉണ്ട് ഓൾക്ക്. എന്തായാലും ഈ ഒരു വിവരം അവരോടൊക്കെ പറയുമ്പോൾ ഒരാരും സമ്മതിക്കൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, ഷാമോനോട് അത് തുറന്ന് പറയണേ. അല്ല അപ്പം എന്താ, ഓനോട് ഞാൻ പറഞ്ഞാൽ എൻ്റെ കുട്ടി അനുസരിക്കാതിരിക്കൂല എന്നെനിക്ക് ഉറപ്പുണ്ട്. ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ, അത് പ്രയാസം തന്നെ ആയിരിക്കും. ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്തതായിരിക്കും. അതിപ്പോൾ ഇല്ല, ഒരാൾക്കും ഒരു അനിയനും അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അതെ, ഒരു ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്കും സ്വന്തം അനിയൻ്റെ കൂടെ ജീവിക്കുന്നത് അതും ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ വിവാഹം കഴിക്കാലോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉമ്മയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ അങ്ങനെ കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നതാ ഷാനി അങ്ങോട്ട് വരുന്നു. ഉമ്മ. ആദ്യമായി ഉമ്മയെ ഉമ്മ എന്ന് വിളിച്ച ഉമ്മ അത് കേട്ട് അത്ഭുതപ്പെട്ടു. എന്താടി? അത് ഫൈസൽക്ക് ഒരുപാട് നേരം വൈകിയാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. സമയം 1:30-2 മണിയാണ്ട് ഇപ്പോൾ വരുമ്പോൾ. അപ്പോൾ എനിക്ക് പ്രയാസമാണ്, എനിക്ക് ആകെ ടെൻഷനാണ്. ഞാനിനി ഇവിടെ നിൽക്കണത് എന്തിനാന്ന് വരെ എനിക്കറിയണില്ല. എനിക്ക് എങ്ങനെ ഇവിടെ ജീവിക്കണമെന്ന് അറിയണില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ എന്നോടൊരു സ്നേഹമില്ല. അതെ, പറ്റിപ്പോയിക്കണ്. തീരെ ഒരു വിലയില്ല. ഒരു കുഞ്ഞിക്കാലെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കളിപ്പിച്ചിരിക്കാനെങ്കിലും ഞാൻ വിചാരിക്കും. പക്ഷേ എന്നോട് തീരെ ഒരു ബന്ധമില്ല. ഉമ്മ ഒരു നിമിഷം അത് ചിന്തിച്ചു. പാവം എൻ്റെ നുസൈബ, അവൾ രക്ഷപ്പെട്ടത് തന്നെ ഇവൻ്റെ അടുത്തുനിന്ന്. ഉമ്മ, ഞാനിപ്പോൾ എന്താണ് ചെയ്യുക? ഞാനിവിടെ നിന്നിട്ട് എന്തെങ്കിലും എനിക്കൊരു കാര്യമുണ്ടോ? ഉമ്മാക്കൊന്നും പറയാനില്ലായിരുന്നു. അല്ലെങ്കിലും ഭർത്താവ് വേദനിപ്പിക്കുന്ന പെണ്ണിനെ ഇനിയിപ്പോൾ ഞാനും കൂടി വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോഴും ഉമ്മ വിചാരിച്ചത് നുസൈബയായിരുന്നു. അതെ, ഇവർ രണ്ടുപേരും ഒരുപാട് എൻ്റെ കുട്ടിയെ ഇടങ്ങാറാക്കിയിട്ടുണ്ട്. ആ ഒരു ഇടങ്ങാറ് കണ്ടോ, പെട്ടെന്ന് തന്നെ അവൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാനെന്ത് പറയാനാ ഓൻ്റെ ഈ സ്വഭാവത്തിനൊക്കെ? ഉമ്മ അത് വല്ലാതെ അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല. അല്ലെങ്കിൽ എന്ത് പറയാൻ, അവരും ആദ്യം കാണിച്ചതും അതുപോലെ തന്നെയല്ലേ.
ഷാനിയുടെ ജീവിതം ആകെ താറുമാറായിരിക്കുകയാണ്. ഫൈസലിന് യാതൊരു രീതിയിലുള്ള ചിന്തയും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ അവളോടില്ല. ഇപ്പോൾ ഫാൻസിയിൽ ജോലി ചെയ്യുന്ന ആ ഫസ്നയോടാണ്. വീട്ടിലെത്തിയാൽ എപ്പോഴും പ്രശ്നമാണ്. നേരം വൈകി വരുമ്പോൾ എവിടെ പോയതായിരുന്നെന്ന് ചോദിച്ചാൽ അത് നീ അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ കാര്യത്തിൽ നീ എന്തിനാണ് ഇടപെടുന്നത് എന്ന് ഫൈസൽ ചോദിക്കും. എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ പലതും ചെയ്യാനുണ്ടാവും, അതിലൊന്നും നീ ഇറങ്ങി ഇടപെടണ്ട. ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഉള്ള ആളാണ് ഞാൻ. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഭാര്യയുടെ പിന്നാലെ നടക്കുന്ന സ്വഭാവമല്ല എനിക്കുള്ളത്. ഷാനി പറയും, ആ അതെനിക്കറിയാം എന്ത് ബിസിനസ്സാണ് നിങ്ങൾക്കുള്ളതെന്ന്. അത് ഞാനും കുറേ കണ്ടതല്ലേ. പിന്നെ എന്തെന്ന് ചോദിക്കുന്നത് നിനക്കറിയാലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോടൊന്നും ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ജീവിതത്തിൽ ആരും കൈ കടത്തുന്നതും എനിക്ക് ഇഷ്ടമല്ല. എനിക്കെൻ്റെ സ്വതന്ത്രമായ ജീവിതം, അതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതാരും ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഉമ്മ വരെ എന്നോട് ചോദിക്കാറില്ല, പിന്നെയാണ് നീ. ഫൈസൽ, നിന്നെ മാത്രം വിശ്വസിച്ചിട്ടാണ് ഞാനിവിടേക്ക് നിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ നീ ഇപ്പോൾ എന്നെ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. അല്ലെങ്കിലും ഫൈസൽ ശരി എന്താ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനങ്ങ് സ്വന്തമാക്കും. അതാണ് ഫൈസലിൻ്റെ രീതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്യും. അതിനൊന്നും എനിക്കൊരു പണിയുമില്ല. നിനക്കറിയാലോ എൻ്റെ ആദ്യ ഭാര്യയെ. എനിക്ക് അവളുടെ സ്വഭാവത്തിലൊന്നും വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവളെ പെട്ടെന്ന് അങ്ങോട്ട് ഡൈവോഴ്സ് ചെയ്തു. ഇനി അടുത്ത ലക്ഷ്യം ഒരുപക്ഷെ നീയായിരിക്കും. പക്ഷേ ഞാനിതിപ്പോൾ ചെയ്യുന്നില്ല. ഷാനിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ദുഷ്ട, നീ ഇത്രക്കും നീചനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പോൾ എപ്പോഴും ആ ഫാൻസിക്കാരിയുടെ പിന്നാലെയാണല്ലോ. അതെൻ്റെ ഇഷ്ടമാണ്. അവളെ വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരികയും ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല. തൻ്റെ ഭർത്താവിൻ്റെ ഈ ഒരു സ്വഭാവത്തിൽ അതാ ഷാനിയും വല്ലാതെ ബുദ്ധിമുട്ടുന്നു. അല്ലെങ്കിലും എനിക്കത് കിട്ടേണ്ടത് തന്നെയാണ്. ഒരു പെണ്ണുണ്ടായിരിക്കെ ഞാൻ അവൻ്റെ കൂടെ പോയില്ലേ. ഇനിയിപ്പോൾ ഇതാ മറ്റൊരുത്തിയെ. അവൾ കണ്ടാലൊരു പാവാണ് ആ ഫസ്ന. പക്ഷേ അവളുടെ ഉള്ളിൽ ഇങ്ങനെയൊരു സ്വഭാവമുള്ളെന്ന് ഒന്നും അറിഞ്ഞില്ല. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? അങ്ങനെയല്ലേ കാട്ടിക്കൂട്ടലുകൾ. ഞാനൊരിക്കലും ഓഫീസിൽ പോയപ്പോൾ കണ്ടതാണ് ഫസ്ന കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുക. എന്തോ ഒരു രീതിയിലാണ്. അവളുടെ ഭർത്താവാണെന്നാണ് വിചാരം. ആ രീതിയിൽ ഫൈസൽക്ക എന്ന് വിളിച്ചിട്ട് ഓരോ ആവശ്യത്തിന് വേണ്ടി. അതിനാണെങ്കിൽ ഇയാൾ വേഗം ഓടി ചെല്ലണമുണ്ട്. അല്ലെങ്കിലും കാണാൻ കുറച്ച് സൗന്ദര്യമുള്ള കുട്ടികളെ കണ്ടാൽ വീഴണ ആളാണല്ലോ. പിന്നെ മറ്റുള്ളതൊന്നും കാണില്ല. നുസൈബയെ കഷ്ടപ്പെടുത്തിയതിന് പകരമായിക്കൊണ്ട് ഷാനിക്കത ശിക്ഷ ഇപ്പോൾ തന്നെ കിട്ടിത്തുടങ്ങി. അവൾ വിചാരിക്കാണ്, ഇവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇറങ്ങൂല. കാരണം ഫൈസലിൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം അത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും ഫസ്നക്ക് ഞാനത് വിട്ടുകൊടുക്കില്ല. അതെ, ഇനിയൊരു പക്ഷേ ഫൈസൽ അവളെ കെട്ടും. അതിൽ കുട്ടികളും ഉണ്ടാവും. എനിക്കാണെങ്കിൽ കുട്ടികളുമില്ല. പിന്നെ എന്നെ അങ്ങ് നൈസായിട്ട് വലിച്ചെറിയാനായിരിക്കും ചിന്ത. ഇല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. എങ്ങനെയെങ്കിലും എൻ്റെ വരുതിയിൽ തന്നെ ഫൈസലിനെ വരുത്തണം. അല്ലെങ്കിൽ അവനിങ്ങ് കെട്ടിക്കൊണ്ടുവരും എൻ്റെ മുമ്പിലേക്ക്. അതെ, നുസൈബയുടെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുവന്ന പോലെ ഫസ്നയെ വൈകാതെ അവൻ കൊണ്ടുവരും എൻ്റെ കൺമുമ്പിലേക്ക്. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അതിനു മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരിക്കലും വിട്ടുകൊടുക്കരുത് അവനെ അവൾക്ക്. രജിസ്റ്റർ മാരേജ് എങ്ങാനും കഴിഞ്ഞു പോയാൽ പിന്നെ കഴിഞ്ഞു കഥ. അതെ, പിന്നെ അത് ഒഴിവാക്കാനും ബുദ്ധിമുട്ടാണ്. അതിനു മുമ്പായിട്ട് അവർ തമ്മിൽ അകറ്റണം. ഷാനി ഓരോ തന്ത്രങ്ങൾ മെനയുകയാണ്. ഫസീല ഷമ്മാസിനെ കണ്ണുവെച്ച് നിൽക്കുകയാണ്. അതെ, അവൻ്റെ ആ ബന്ധം അതങ്ങോട്ട് ഒഴിവായിട്ടുണ്ട്. അത് നൈസായിട്ട് ഞാൻ ആ മെസ്സേജ് കണ്ട് കൊടുത്തപ്പോഴേ പിന്നെ വല്ലാതെ ഒന്നുമില്ല. ഇപ്പം മൂപ്പര് അല്പം ടെൻഷനിലാണ്, അതെനിക്കറിയാം. നൈസായിട്ട് ഇപ്പോൾ എൻ്റെ ആങ്ങളുടെ മോളെ കാര്യം ഉമ്മാനോട് വേഗം പറഞ്ഞ് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് പെട്ടെന്ന് നിക്കാഹ് കഴിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഉമ്മ ആഗ്രഹിക്കുന്നത് നേരെ തിരിച്ചാണ്. തൻ്റെ നുസൈബയെ ഇങ്ങോട്ട് എത്തിക്കണം എന്നതിനെക്കുറിച്ച്. എന്ത് വന്നാലും വേണ്ടിയില്ല, അവനോട് കാര്യങ്ങളൊന്ന് പറയണം. ഒന്ന് പറഞ്ഞു കണ്ടീനിപ്പോൾ എന്താ? എന്തായാലും ഷാമോനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ.
ഷ്യാമോനെ. ആ എന്തോ ഉമ്മ? മോനെ നമുക്കൊന്ന് പുറത്തു പോയാലോ? ആഹാ, എന്തു പറ്റി? ഉമ്മക്ക് അല്ലെങ്കിൽ പേടിയായിരുന്നല്ലോ എൻ്റെ കൂടെ വരുന്നത്. മോനെ അതൊന്നും ഇപ്പം ഇല്ലടാ, വാ നമുക്ക് എങ്ങോട്ടൊന്ന് പോകാം പുറത്തേക്ക്. ഉമ്മ, എൻ്റെ പൊന്നാരുമ്മക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുമല്ലോ. മോനെ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോവാ. ഉമ്മ എന്താ ഇപ്പം ഇങ്ങനൊക്കെ ഒരു ആഗ്രഹം? അല്ല മോനെ, വാ നമുക്ക് രണ്ടാക്കൊന്ന് സ്വസ്ഥമാരൊന്ന് സംസാരിക്കാം. ഇത് നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോഴത്തിന് അവർ വന്ന് നോക്കലും അഭിപ്രായം പറയലും അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ അതാ നുസൈബയെക്കുറിച്ചുള്ള വിവരം പറയുവാൻ വേണ്ടി ഉമ്മ ഷമ്മാസിൻ്റെ കൂടെ പുറപ്പെടുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ഉമ്മ പർദ്ദയെല്ലാം മാറ്റി അതാ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ഫസീല കാണുന്നു. എങ്ങോട്ടാണാവോ തള്ളി മോനും കൂടെ? രണ്ടാളും മാറ്റി ഒരുങ്ങിക്കുകയാണല്ലോ. ഉമ്മ കാറിൽ കയറുന്നതെല്ലാം അതാ ഫസീല മേലെ നിന്ന് നോക്കി കാണുന്നു. അവൾ നേരെ നവാസിൻ്റെ അടുത്തേക്ക്. എന്തൊക്കെയാണ് അവൻ പ്ലാനിങ്? ഞാൻ പറഞ്ഞതിനൊന്നും ഇവിടെ ഒരു വില ഇല്ലല്ലോ. എവിടേക്കാവും രണ്ടും കൂടി മാറ്റിയൊരുങ്ങി പോകുന്നുണ്ട്. എന്താ ഫസീ പറയണത്? നിങ്ങളിങ്ങനെ ഒരു മന്ദപ്പനായി ഇവിടെ ഇരുന്നോളി. അതാ ഉമ്മയും മോനും കൂടി എവിടേക്കോ പോണ്. എവിടേക്കാണ്? എവിടേക്കൊന്ന് പോയതായിരിക്കും വെറുതെ ഒന്ന് ഇരുന്നപ്പോഴേ. അതിനിപ്പോൾ എന്താ? ഉമ്മാൻ്റെ മോൻ തന്നെയല്ലേ ഓന്? മോനൊക്കെ തന്നെയാണ്. കുറേ സ്നേഹമൊക്കെ കൂടുന്നുണ്ട് ഇപ്പോൾ, പഴയ പോലെ ഒന്നല്ല. എന്തൊക്കെയാവും രണ്ടും കൂടി പ്ലാൻ ചെയ്യണത്. എനിക്കോലെ രണ്ടാളും കൂടി പോണത് എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം എന്താ, എൻ്റെ വാക്കിന് വേലയില്ലാത്തവരാണ് രണ്ടാളും. ഞാൻ പറഞ്ഞാലൊന്നും നടക്കൂലല്ലോ. നിങ്ങൾക്ക് ചോദിച്ചുകൂടെ മനുഷ്യ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ ഒന്ന്? എന്താവശ്യത്തിന് പോകണം? വല്ല പെണ്ണെങ്ങാനും കാണാൻ പോകുക, അതെനിക്ക് പേടി. രണ്ടാളും കൂടിയും ജമീലതാത്ത ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവിടെ പെണ്ണുണ്ട് ഇവിടെ പെണ്ണുണ്ട് എന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞതിന് തിരിഞ്ഞൊരു നോക്കിയില്ല. ഷമ്മാസിനും പറ്റിയില്ല, ഉമ്മാക്കും പറ്റിയില്ല. പിന്നെ ഇപ്പം എന്താ? എവിടുക്കാന്നാവോ രണ്ടാളും നല്ല രീതിയിൽ മാറ്റിയൊരുങ്ങി പോയിക്കണേ. എൻ്റെ ഫസിയൊന്ന് അടങ്ങ്. എന്താണ് എനിക്ക് ഇത്ര ദേഷ്യം? ഓല എവിടേക്കെങ്കിലും ഒന്ന് പോയിക്കോട്ടെ. അതിനിപ്പോൾ എന്താ? എൻ്റെ ഉമ്മല്ലേ, എൻ്റെ അനിയനും അല്ലേ, വേറെ ആരും അല്ലല്ലോ. ഓല് പോണിനിപ്പോൾ എനിക്കെന്താ കുഴപ്പം? ഒന്നുമില്ലേ, എന്തെങ്കിലും പ്ലാൻ ചെയ്യാനൊക്കെ പോയിരിക്കും, അതാ എനിക്ക് സംശയം, വേറെ ഒന്നുമല്ല. എൻ്റെ ഫസിയെ, എൻ്റെ ഒരു ചിന്താഗതി പോണൊരു പോക്ക്. നിങ്ങളെന്നോട് കൂടുതൽ മിണ്ടണ്ട. എന്തും എൻ്റെ പ്രതികരണമല്ല നിങ്ങൾക്ക്. എന്ത് പറഞ്ഞാലും എത്രയൊക്കെ തന്നെ ആയാലും എന്ത് കാട്ടിയാലും ഒക്കെ ഉമ്മാൻ്റെയോ എൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ നിൽക്കുള്ളൂ. ഇന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഞാനെന്ത് പറഞ്ഞാലും അതിനെങ്ങനെ ഫഷിയെ എന്ന് പറഞ്ഞ് പറയും. അല്ലാതെ എന്നോടൊരു എൻ്റെ ഭാഗത്തെ സപ്പോർട്ട് ചെയ്ത് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? ഓൻ്റെ കല്യാണക്കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ബന്ധത്തിന് എന്തൊരു കുഴപ്പം? ഞാനവരോട് പറഞ്ഞ് ഉറപ്പിച്ചും ചെയ്തു. എനിക്ക് നാണക്കേടാണ്. നോക്കിക്കോളി, നിങ്ങൾ ഷമ്മാസിൻ്റെ കല്യാണം അങ്ങനെ ഇവിടെ നടക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിലൊന്നും പറയണ്ടിട്ടോ, ഞാനും കൂടൂല. എനിക്ക് താല്പര്യമില്ല. എൻ്റെ വാക്കിനൊരു വിലയില്ല. ഒന്നുമില്ലെങ്കിൽ ഞാനും ഇവിടുത്തെ ഒരു മരുവളല്ലേ. ഓല എടുക്കാനാവും പോയോട്ടെ രണ്ടാളും കൂടി. ശരിക്കും പറഞ്ഞാൽ കാറിൽ അവിടെ ബാക്കിൽ കയറി ഇരിക്കേണ്ടിനും എന്താ പറയണമെന്നൊക്കെ അറിയാൻ. എന്താ ഫസീല എനക്ക്? എന്താ ചെറിയ കുട്ടികളെ മാതിരി ചിന്തിക്കണത്? ഓൾക്ക് എന്തൊക്കെ പറയാനുണ്ടാവും. ഓല് പോയിക്കോട്ടെ. അനക്കെന്താ അത്ര ഒരു ചൊറിച്ചിലയിൽ? എന്തെങ്കിലും വലിയ കല്യാണക്കാരും പ്ലാൻ ചെയ്യാൻ പോവായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഓല് രണ്ടാളും ഇവിടെ നിന്ന് അങ്ങനെ ഒരു പോക്കുണ്ടാവില്ല. അതിനെന്താ ആയിക്കോട്ടെ, ഉമ്മാൻ്റെ കുട്ടീൻ്റെ കല്യാണക്കാരൻ തീരുമാനിക്കണ ഉമ്മ തന്നെയാണ്, വേറെ ആരുമല്ല. ഉപ്പല്ലാത്ത സ്ഥിതിക്ക് ഉമ്മ തീരുമാനിച്ചാൽ അതൊരിക്കലും മോശമാവില്ല. ഉമ്മമാർക്കറിയാം നല്ലതേതാ അതൊക്കെ. അതിനെക്കുറിച്ച് തന്നെ ഉമ്മാരും ഉപ്പാരും നിൽക്കുള്ളൂ. അല്ലാതെ ഒരു മോശമായ ബന്ധത്തിന് ഒരിക്കലും ഉമ്മ കൂട്ടു നിൽക്കൂല. അതെനിക്കറിയാം. നല്ലത് കണ്ടെങ്കിലേ ഉമ്മ പറയുള്ളൂ. അത് മാതാപിതാക്കളൊരാഗ്രഹമാണ് മക്കൾ നന്നാവുക എന്നുള്ളത്. മക്കൾക്ക് കിട്ടുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും നന്നാകുക എന്നുള്ളത് ഏതൊരു ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ആഗ്രഹമാണ്. ഇപ്പോൾ കണ്ടില്ലേ, അന്നെപ്പോലൊക്കെ ഓരോന്നും ഇങ്ങോട്ട് ചെറഞ്ഞിട്ട് വരണേ. അല്ലെങ്കിലും നിങ്ങൾക്കിപ്പോൾ എന്നോട് വലിയൊരു താല്പര്യമൊന്നുമില്ല. രണ്ട് കുട്ടികളെ തള്ളക്കായില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഫസിയ, ഈ എന്താ പറഞ്ഞ? എന്നോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനത്തെ ഒരു വർത്താനം ഞാൻ അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മ നല്ല മരുമകളെ കണ്ടെത്താനായിരിക്കും ഷമ്മാസിനെ എപ്പോഴും സഹായിക്കുക. അതാണ് ഏതൊരു ഉമ്മ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും. അവർക്ക് മക്കൾ നന്നാവണം, മക്കൾക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാണെന്ന് ആലോചിക്കുന്നവരാണല്ലോ.
അന്നൊക്കെ കെട്ടി കൊടുന്നപ്പോൾ ഈ നല്ല കുഴപ്പമൊന്നുമില്ലേനു. പക്ഷേ പിന്നല്ല എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞത്. തുടക്കത്തിലൊക്കെ നല്ല കുട്ടി തന്നെയായിരുന്നു അയ്യോ. ഇപ്പം എന്തെൻ്റെ സ്വഭാവത്തിന് കുഴപ്പം? അതേ, തെറ്റ് കാണുമ്പോൾ ആരായാലും പ്രതികരിക്കും. നമ്മളെ പരിഗണന ഇല്ല തോന്നുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നും. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ വേറൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ എനിക്കറിയാം ഫസിയെ, ഈ നടങ്ങിക്ക്. എനിക്കിപ്പോൾ എന്താ ദേഷ്യം? ഉമ്മയും ഓനും കൂടി പോയതോ? പോയിക്കോട്ടെ, ഉമ്മ ആസ്വദിക്കട്ടെ. ഉമ്മാക്ക് ഏതായാലും ഉപ്പാൻ്റെ കൂടെ പോകാനൊന്നും പറ്റിയിട്ടില്ലല്ലോ അധികമൊന്നും. അവന് കൊണ്ടുപോട്ടെ. ഉമ്മ ഒരുപാട് സന്തോഷിക്കട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഏതായാലും ഓൻ്റെ അത്ര മാനേജ് ചെയ്യാൻ കഴിയൂല. ഞാനിപ്പോൾ അന്യം കുട്ടികളങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, എന്നെ റൂമിൽ നിർത്തുന്നുണ്ട് എന്ന് കരുതി എന്നല്ലാതെ എനിക്ക് കൂടുതലായിട്ടൊന്നും ഓനെപ്പോലെ നോക്കാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ട് കഴിഞ്ഞ് പോവല്ലേ. പൈസൻ്റെ കാര്യം വരെ മാനേജ് ചെയ്യല് ഈയല്ലേ. പിന്നെ ഇപ്പം എന്താ? നിങ്ങളുടെ അടുത്തൊക്കെ വിശ്വസിച്ച് നിങ്ങൾ പണിയെടുത്ത് പൈസ കണ്ട് തന്നാലേ അത് പിന്നെ 5 പൈസ കാണൂല. നിങ്ങൾ എല്ലാവർക്കും കണ്ട് വിതരണം ചെയ്യായിരിക്കും. ഉമ്മാക്ക്, പെങ്ങക്ക്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ കയ്യിലായതുകൊണ്ട് സുരക്ഷിതമായി നിൽക്കുന്നുണ്ട്. കുറേ അടക്കി പിടിച്ച് വെച്ചിട്ടും കാര്യമില്ല. നമ്മളുള്ളതിൽ നമുക്ക് സ്വതൊക്കെ ചെയ്യണം. നമ്മളൊക്കെ എത്ര ഉണ്ട്, ഷോപ്പിൻ്റെതായിട്ടും അങ്ങനെ ഇങ്ങനതൊക്കെ ആയിട്ട് എത്ര കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും സ്വതക്കൊന്നും ചെയ്യണില്ലല്ലോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അതെ, 2 കുട്ടികളുണ്ട് നിങ്ങൾക്ക് വളർന്നു വരുന്നേ. ഓൽക്കുള്ള ഭാവി, ഓരോ ചിലവ്, കാര്യങ്ങൾ, പഠനം, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മൂത്തതേ പെൺകുട്ടിയാണ്. എത്ര വയസ്സായി നിങ്ങൾക്കറിയോ? പൊന്നാരൻ്റെ പെണ്ണെ, ആ ഒരു 6-7 വയസ്സായ പെൺകുട്ടിനെ കൊണ്ടാണോ ഈ പറയണത് അതിനൊക്കെയുള്ള ഇപ്പം തന്നെ കരുതി വെക്കണമെന്ന്? പിന്നെന്താ, അതൊക്കെ ആദ്യം തന്നെ കരുതി വെച്ചാലേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും പൈസ ഇല്ലാത്തൊരു കാലം വരുമ്പോൾ. അതൊക്കെ ആയിട്ട് വേണ്ടേ? നമ്മളിങ്ങനെ അടക്കി പിടിച്ച് വെക്കരുത്. നമ്മളുള്ളത് ദാനം ചെയ്യണം. എന്നോട് പറഞ്ഞാൽ കേൾക്കൂല. കാരണം എൻ്റെ കസ്റ്റഡിയിലല്ലേ എൻ്റെ ക്യാഷ് മുഴുവനും. വേണ്ട, ഞാൻ എടുക്കണില്ല. നിങ്ങളെ ഇഷ്ടം പോലെ എന്താ ചെയ്തോളി. ഞാൻ ശ്രദ്ധിക്കണമെന്നില്ല ക്യാഷിൻ്റെ കാര്യമൊന്നും. എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. എനിക്കിപ്പോൾ എന്താ, ഞാൻ നിങ്ങളെ ഭാവിക്കും വേണ്ടിയിട്ടാണ്, നമ്മളെ കുട്ടികളെ ഭാവിക്കും വേണ്ടിയിട്ടാണ് അതൊക്കെ സേവ് ചെയ്ത് വെക്കണത്. അല്ലാതെ നിങ്ങളെ മാതിരി ഇങ്ങനെ കൊടുത്ത് കയ്യിലേക്കാരം. ഫസിയെ, കൊടുത്താൽ ഒരിക്കലും പോവില്ല. കൊടുത്താൽ നമുക്ക് ഏറേ ഉള്ളൂ. നിങ്ങൾ എന്നോട് മിണ്ടന്നെ വേണ്ട. എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം എനിക്ക്? ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിലും എൻ്റെ ഈ വരച്ച വരയിൽ ഞാനങ്ങനെ നിന്നാണ് ശീലായി. അല്ല അപ്പം എന്താ ചെയ്യുക? അല്ലെങ്കിൽ ചിന്നെ നിർത്തൂലേ? ഇങ്ങനെ പഠിച്ചുകൊണ്ടല്ലേ ഏത് സമയവും. എന്തായാലും വേണ്ടിയില്ല. ഷമ്മാസിന് എൻ്റെ ആങ്ങളുടെ കുട്ടിനെ കൊണ്ടുള്ള കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങളപ്പം പോരണനില്ല. അതിനു വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ ഉമ്മാനോടും ഓനോടും പറഞ്ഞ് ശരിയാക്കി തന്നാൽ ഞാൻ നിങ്ങളപ്പം ഗൾഫിൽ കണ്ട് പോരും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. എന്തപ്പോൾ നമ്മളെ വാക്കിന് വിലയില്ലാത്തവരൊപ്പം പോയിട്ട് ഞാൻ എത്രയേ പറഞ്ഞതാണ്. മെയിൻറ്റ് ചെയ്തില്ല ആരും. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ എന്താ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ ഷമ്മാസിനെ കൊണ്ട് ഓളെ കെട്ടാൻ വേണ്ടിയിട്ട്? നിങ്ങൾ പറഞ്ഞാൽ ഓൻ കേൾക്കൂലേ? അല്ലെങ്കിൽ ഉമ്മാനോട് നിങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചൂടെ? നിങ്ങൾക്ക് എന്താ ഇവിടെ ഒരു സ്ഥാനം വിലയൊന്നുമില്ലേ? ഒന്നുമില്ല. നിങ്ങൾ മൂത്ത മോനല്ലേ? മൂത്ത മോനാന്ന് പറഞ്ഞ് നിൽക്കണേ. ഒരക്ഷരം മിണ്ടൂല. ഫസീല അതാ ഉറഞ്ഞു തുള്ളുകയാണ്. ഫസീല, അടങ്ങിക്കോ, ഒന്നടങ്ങ്. കൊത്തി ഓള് മുറത്തിൽ കയറി കൊത്തലടങ്ങിക്കണ്. അതെ, ഞാൻ കൊത്തും. എനിക്ക് എൻ്റെ ആവശ്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ, ഞാൻ വിചാരിച്ച് നടന്നില്ലെങ്കിൽ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ. അത് എൻ്റെ വീട്ടിലാണെങ്കിലും ശരി, നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ശരി. വെറുതെ അല്ലേ എൻ്റെ വീട്ടിലൊന്നും വല്ലാതെ പോയി നിൽക്കാത്തത്. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ മാപ്പിളക്ക് കണ്ടമാനം സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നീട് നവാസ് ഒന്നും മിണ്ടിയില്ല. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ കുറച്ച് സ്വസ്ഥത കിട്ടിയിരുന്നു. ഷമ്മാസും ഉമ്മയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ പലവട്ടം അത് ഷമ്മാസിനോട് പറയുവാൻ വേണ്ടി ഒരുങ്ങി. പക്ഷേ അതിലെല്ലാം ഉമ്മാക്ക് ഒരു പ്രയാസം തോന്നി. പഠിച്ചോനെ, എൻ്റെ കുട്ടിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് വിചാരിച്ച് ഒടുവിൽ ഉമ്മ അതാ രണ്ടും കൽപ്പിച്ച് അത് പറയുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. മോനെ. എന്താ ഉമ്മ? ഷാമോനെ, ഈ ഉമ്മ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് വിഷമാവോ? എന്തുമ്മ എന്നോട് പറയണേന്ന് എന്തോ എൻ്റെ ഉമ്മക്ക് വിഷമം? പറയാലോ മോനെ, ഇതങ്ങനെയൊന്നല്ലടാ. ഇത് കുറച്ച് സീരിയസ്ലി ഉള്ള കാര്യമാണ്. അത് പറഞ്ഞാൽ എൻ്റെ മോൻ എന്നോട് വെറുപ്പുണ്ടാവോ? എന്താ ഉമ്മ നിങ്ങളീ പറയണത്? നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കെന്തിനാ വെറുപ്പ്? എന്തായാലും എൻ്റെ ഉമ്മാക്ക് എന്നോട് പറയാലോ. മോനെ, ഇത് അങ്ങനെയൊന്നത്തെ കാര്യമൊന്നുമല്ലടാ. ഇത് സത്യം പറഞ്ഞാൽ നീ കേട്ടാൽ ഞെട്ടിപ്പോകും. ആ രീതിയിലുള്ള കാര്യമാണ്.
ഉമ്മ എന്താണെങ്കിലും പറയോ, ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ഉമ്മ പറഞ്ഞത് കേൾക്കാനേ എനിക്കിപ്പോൾ എന്ത് പ്രയാസം. മോനെ, എൻ്റെ മോൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാനത് പറയാണ്. ഇനിയിപ്പോൾ ഉമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോൻക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ മോനെ അതെന്നോട് ക്ഷമിക്കണം കേട്ടോ. ഉമ്മാനോടൊന്നും വിചാരിക്കരുത്. ഉമ്മാക്ക് ഉമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം കൊണ്ടാണ്. ഉമ്മ, എൻ്റെ പൊന്നുമ്മ പറയൂ പ്ലീസ്. ഒടുവിലതാ ഉമ്മ ആ രഹസ്യം ഷമ്മാസിനോട് പറയുന്നു. മോനെ, നമ്മളെ ഫൈസലിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ആദ്യ ഭാര്യ നുസൈബ, അവർ പറയുമ്മ, മോനെ അവൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. അവളുടെ വിവാഹം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും നല്ല കുട്ടിയാണ്, കെട്ടിക്കാത്ത കുട്ടിയെ പോലെയുള്ള. ഒരിക്കൽ പോലും ഫൈസലിൻ്റെ കൂടെ അവൾ ശരിക്ക് ജീവിച്ചിട്ടില്ല, ഒരു ദിവസം പോലും. ഉമ്മ, സത്യത്തിൽ നല്ല പ്രയാസമുള്ള കാര്യമാണത്. ഇത്താത്തയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് സങ്കടമാണ്. മോനെ, എൻ്റെ പൊന്നു മോനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ? പറയുമ്മ. എൻ്റെ മോനെ ഇത്താത്തയെ സ്വീകരിക്കാൻ തയ്യാറാണോ? ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി. അല്ലാ, അവൻ അറിയാതെ അള്ളാഹുവെ വിളിച്ചു. ഇൻഷാ അല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും ഷമ്മാസിൻ്റെ പ്രതികരണം, എന്താണ് ഷമ്മാസ് പറയുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.